ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയാ ചങ്ക്സ് കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അത് റോസ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കണ്ടാൽ മാത്രം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് വെള്ളത്തിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ ചേർത്തിട്ടില്ല, ഇതിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ഒന്നും കൂടി അത് വീർത്ത് വരും. അപ്പോൾ ഈ വെള്ളം മൊത്തത്തിൽ അത് സോയാബീൻ കുടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മളത് പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിഴിഞ്ഞ് അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ പിഴിഞ്ഞെടുത്ത സോയാബീനാണ് കേട്ടോ. അതിന് അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൽ പൊട്ടും തന്നെ വെള്ളമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർക്കുന്നുണ്ടേ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കേട്ടോ. പിന്നെ ഞാനിതിൽ ഉപ്പ് പൊടി ചേർത്ത സമയത്ത് ക്യാമറ ഓഫായിരുന്നു കേട്ടോ. എന്താ ഓഫായിപ്പോയി. അപ്പോൾ ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്തെങ്കിലും നമ്മളത് 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത കാരണം ആ ഉപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും. ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ സോയാബീനിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്ക് സോയാബീൻ കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അധികം അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണ്ട, ഒരു മീഡിയം പകുതി ആണ് ഇപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് മൊത്തത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം എണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ആ എണ്ണ മുഴുവൻ ഇത് കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി ഭാഗം മാത്രമേ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ അത് ഏകദേശം ഞാനൊരു കാ ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോയാബീൻ നമ്മളിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സബോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സബോള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സബോളയുടെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കരയാമ്പും 1 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാതും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വാട്ടിയെടുക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പട്ടയും കറിവേപ്പും ഏലക്കായും ഇട്ടിട്ട് അതിൻ്റെ ശേഷം സബോള ഇട്ടാലും മതി. ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് സബോള നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളറാവുന്ന വരെ വാറ്റിയെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയാണ് കേട്ടോ മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സബോളയുടെയും മസാലപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് അങ്ങോട്ട് പോകട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലപ്പൊടി ഞാൻ ഇത്രയ്ക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. അധികം മസാല അങ്ങോട്ട് ചേർക്കുന്നില്ലേ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് 1 ടീസ്പൂൺ തക്കാളി സോസാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സോസൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുനാരങ്ങ ഇല്ല, അപ്പം ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള സോയാബീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ സോയാബീനിൽ നമ്മൾ കറിവേപ്പില ഇട്ട കാരണം കൊണ്ട് ഞാൻ വേറെ കറിവേപ്പില ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ദേ മസാലകളും സോയാബീനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് സോയാബീനിലേക്ക് ഒന്ന് പിടിച്ച് വരണം. അതുവരെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 മിനിറ്റ് ദേ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോഴേക്ക് ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇതേ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ അവസാനമാണ് കേട്ടോ ചേർക്കുന്നത്. ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് കുറുകി വന്നതിന് ശേഷം അങ്ങനെ ഇപ്പോൾ ദേ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ. പിന്നെ ലാസ്റ്റ് ഞാനിതിലേക്ക് 1 സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. പിന്നെ നമ്മൾ ഈ സോയാബീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. അവർക്ക് പോലും ഇഷ്ടമാവും കേട്ടോ ഈ കറി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്താ വെച്ചാൽ നമ്മളിത് പച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് പിന്നെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ സോയാബീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സോയാബീൻ്റെ കുത്തൊന്നും അതിൽ വരില്ല, വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും.